ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധമായ ദുൽഹജ്ജിന്റെ മാസം നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ഇന്ന് ദുൽഹിജ്ജ 2 മക്കയിലും മദീനയിലൊക്കെ ഇന്ന് ദുൽഹിജ്ജ 3. ഇൻഷാ അല്ലാഹ് നമ്മുടെ അറഫാ ദിനം വരുന്ന വെള്ളിയാഴ്ച. ഇനി 8 ദിവസം, വെള്ളിയോട് വെള്ളി, അടുത്ത വെള്ളിയാഴ്ച അറഫാ ദിവസം അറഫാ നോമ്പ്, ശനിയാഴ്ച നമുക്ക് വലിയ പെരുന്നാൾ. ഹജ്ജിന് പോകുന്ന ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെള്ളിയാഴ്ച പെരുന്നാള്, വ്യാഴാഴ്ച ദുൽഹജ്ജ് 9 അറഫ. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജിന്റെ 10 ദിവസങ്ങളിലാണ് ഞാനും നിങ്ങളും സമാഗതമായിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മളൊന്ന് പറഞ്ഞു വെച്ചു ദുൽഹിജ്ജിന്റെ 10 ദിവസങ്ങളുടെ ഫലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോയ ഹാജിമാരെല്ലാം അവരെ കർമ്മങ്ങളിൽ ഹജ്ജിന് വേണ്ടി ഒരുങ്ങുകയാണ്. ചൊവ്വാഴ്ച എല്ലാവരും മിനയിൽ പോകും. ബുധനാഴ്ച രാത്രി, അതായത് ചൊവ്വാഴ്ച രാത്രി ബുധനാഴ്ച രാത്രി അവർ കൃത്യമായി പരിശുദ്ധമായ മിനയിലും, ദുൽഹജ്ജ് 9 അറഫയിലും, ദുൽഹജ്ജ് 10 അവർ കല്ലെറിയാനുമുള്ള ഒരുക്കങ്ങളിലായി നമ്മുടെ ഹാജിമാര് നന്മകളിൽ മുഴുകുമ്പോ, നാട്ടിലുള്ള ഞാനും നിങ്ങളും ഹജ്ജ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ആ പുണ്യം. ദുൽഹജ്ജ് 1 മുതൽ 9 വരെ നമുക്കൊന്നും പുണ്യമില്ല എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എങ്ങനെ ചിന്തിക്കുന്നതാണോ, അത് പ്രതിഫലമുണ്ടെന്നറിഞ്ഞിട്ട് അതിന്റെ മഹത്വം ഉൾക്കൊള്ളാത്തതാണോ, ഏതായാലും വളരെ ഗൗരവത്തോടെ ഞാൻ നിങ്ങളും കാണേണ്ട ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. മഹാനായ മുഹമ്മദ് മുസ്തഫ, പുറക്കൊന്ന് സ്വലാത്ത് പറ. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, മാ മിൻ അയ്യാമിൽ അമലുസ് സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ, മാ മിൻ അയ്യാമിൽ അമലുസ് സ്വാലിഹു ഫീഹാ, ഈ ദിവസങ്ങളിൽ ഞാനും നിങ്ങളും നോൽക്കുന്ന നല്ല നല്ല കർമ്മങ്ങൾ, അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട സൽക്കർമ്മങ്ങളാണ് ഈ 10 ദിവസങ്ങളിൽ. ഇവിടെ ഉദ്ദേശം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഇത് ദുൽഹിജ്ജിന്റെ 10 ദിവസങ്ങളാണ്, പെരുന്നാളോട് കൂടിയ 10 ദിവസങ്ങൾ. യാ റസൂലല്ലാഹ്, സ്വഹാബത്ത് ചോദിച്ചു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുന്നതിനേക്കാൾ ശ്രേഷ്ഠതയാണോ നബിയെ ഈ ദുൽഹിജ്ജ് 9 അമല് ചെയ്യുന്നത്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അതേ യുദ്ധരണാങ്കണത്തിൽ പോകുന്നവനേക്കാളും. എങ്ങനെ? ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി, ഒരുവൻ തന്റെ സമ്പത്തും അവന്റെ ആരോഗ്യം ചെലവഴിച്ചവൻ ധർമ്മയുദ്ധത്തിന് പോകുന്ന ഒരുവൻ, അവൻ അള്ളാഹുവിനെ പ്രതീക്ഷിച്ചവൻ യുദ്ധരണാങ്കണത്തിലാണ് നിലകൊള്ളുന്നത്. ആ മനുഷ്യനേക്കാൾ പ്രതിഫലം നമ്മുടെ ദുൽഹിജ്ജിന്റെ 10 അമലിന്റെ കർമ്മങ്ങൾക്കുണ്ടെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. ഒരാൾ യുദ്ധരണാങ്കണത്തിലാണ്, യുദ്ധം ചെയ്യുകയാണ്, അവനെ സംബന്ധിച്ചിടത്തോളം അവന് തന്നെയാണ് പ്രതിഫലം കൂടുതലുള്ളത്. പക്ഷേ ഈ 10 ദിനത്തിൽ സഹോദരങ്ങളെ, സമ്പത്തും ചെലവഴിച്ച് ആരോഗ്യവും ഒഴിവാക്കി സമയങ്ങളും നാടും വീടും കൂടും വിട്ട് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി ഹാജിമാര് പരിശുദ്ധ ഹറമിലോട്ട് പോകുന്നത് ജിഹാദിനെക്കാളും വലിയൊരു പുണ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളോടും പറയുന്നത്, ഹാജിമാർക്ക് മാത്രമല്ല, നാട്ടിൽ താമസിക്കുന്ന ഞാനും നിങ്ങളും അള്ളാഹു ഇഷ്ടപ്പെട്ട അമല് മാത്രമേ ഈ 10 ദിവസവും ചെയ്യാവൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്തുകൊണ്ടാണ് ഈ 10 ദിവസത്തിന് ഇത്രയും ശ്രേഷ്ഠത? 3 10കൾ. ഒന്ന്, റമളാന്റെ അവസാനത്തെ 10. റമളാന്റെ അവസാനത്തെ 10 പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ അതിന്റെ അകത്തുള്ളത് കൊണ്ടാണ് പരിശുദ്ധമായ റമളാന്റെ അവസാനത്തെ 10ന് ശ്രേഷ്ഠത കിട്ടാനുള്ള കാരണം. അതൊരു രാത്രിയാണ്. മുഹറം 10ന് നല്ല ശ്രേഷ്ഠതയുണ്ട്. എന്തുകൊണ്ടെന്നാൽ മുഹറം 10ന്റെ അള്ളാഹു ലോകത്തിന് മുഴുവനും സമാധാനത്തിന്റെ വിജയങ്ങൾ സമ്മാനിച്ച കഥകൾ മുഹറം 10ന് പറയാനുണ്ട്. അത് മുഹറം 10ന് അതുകൊണ്ട് ശ്രേഷ്ഠതയുണ്ട്. എന്നാലോ
ദുൽഹിജ്ജ 10 ശ്രേഷ്ഠത കിട്ടാനുള്ള കാരണം എന്തെന്നറിയോ? യൗമു അറഫ, ഒരു അറഫാ ദിനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശമണ്ഡലങ്ങളിൽ നിന്നിറങ്ങി ഒന്നാനാകാശത്തിന്റെ സമീപത്ത് വന്നുകൊണ്ട് അറഫാ മൈതാനത്ത് ദുൽഹിജ്ജിന് ഒരു ദുൽഹിജ്ജ് 9 ഒരുമിച്ച് കൂടിയ പാൽക്കടല് പോലെ പരന്ന് കിടക്കുന്ന ഹാജിമാരും ഹജ്ജുമ്മമാരും ദുൽഹിജ്ജ് 9 ഇങ്ങനെ കൈനീട്ടി അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുമ്പോ അല്ലാഹു ഒന്നാനാകാശത്തിറങ്ങി വന്ന് മലക്കുകളെ വിളിക്കുന്ന മലക്കൊരു വിളിയുണ്ട്. യാ മലായിക, ഓ മലക്കുകളെ, നിങ്ങൾ കണ്ടില്ലേ? എന്റെ അടിമകളെ നിങ്ങൾ കണ്ടില്ലേ? എവരെയല്ലേ പടയ്ക്കരുതേ അല്ലാ എന്ന് നീ പറഞ്ഞത്? കണ്ടോ? അവരുടെ കണ്ണീര് കണ്ടോ? അവരെ തൗബ കണ്ടോ? ഇന്ന് ഈ അറഫാ മൈതാനത്ത് ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു മുഴുവൻ വിളംബരം ചെയ്യുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ഒരു സംഗമത്തിൽ സാന്നിധ്യമരുളാൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സാന്നിധ്യമരുളിയവർക്ക് അല്ലാഹു നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഭാഗ്യവും അല്ലാഹു നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. സഹോദരങ്ങളെ, ഒരു വലിയ തൗഫീഖാണിത്, ഒരു വലിയ തൗഫീഖാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും പ്രത്യേകത ഈ ദിവസങ്ങൾ കിട്ടാനുള്ള കാരണം മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇത് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ അമലുകളും സമ്മേളിക്കുന്ന, എല്ലാ അമലുകളും ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസമാണ്. ഹജ്ജുണ്ട്, ഉംറയുണ്ട്, നിസ്കാരമുണ്ട്, ഖത്തം പൂർത്തിയാക്കലുണ്ട്, നോമ്പുണ്ട്. അങ്ങനെ ഒരു അമലുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു 10, ദുൽഹിജ്ജ് 10 അല്ലാതെ ഒരു ദിവസവും ഇല്ല. അതുകൊണ്ടാണ് മഹാന്മാർ ഇത്രയേറെ ശ്രേഷ്ഠത കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നന്മയല്ലാത്ത ഒന്നും നമ്മൾ അതിൽ ചെയ്യാൻ പാടില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ രേഖപ്പെടുത്തുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരു വലിയ തൗഫീഖാണ് സഹോദരങ്ങളെ. നിങ്ങളൊന്ന് ചുറ്റുപാടും ചിന്തിച്ച് നോക്കിയാൽ കാണാം. നമ്മുടെ ഈ ദുൽഹിജ്ജ് 10 വളരെ പവിത്രമെന്നും ആൾക്കാർ കൽപ്പിക്കില്ല. നമ്മളെ ചുറ്റുഭാഗത്തുള്ള ആളുകളൊന്നും നമ്മുടെ നാട്ടിലുള്ള എന്നല്ല, സാധാരണക്കാരായ ദുൽഹജ്ജ് 10 ഹാജിമാർക്കാണ്. അവര് ഹജ്ജിന് പോയി ഖലാസ് സല്ലി വല്ലി. നമ്മൾ അതിന് പ്രത്യേക ഒരു പരിഗണന ഒന്നും നമ്മൾ കൊടുക്കാറില്ല. എന്തുകൊണ്ടെന്നറിയോ? അങ്ങനെ പരിഗണന കൊടുക്കാത്തതിന്റെ കാരണം വേറൊന്നും ഉണ്ടല്ല. റമളാനാകുമ്പോ നമ്മളൊന്ന് ഉണരും. ഇപ്പൊ റമളാനാണ്, റമളാനിലെ വെള്ളിയാഴ്ചയാണെങ്കിൽ ഇവിടെ നിറയെ ആളുകളായിരിക്കും. റമളാനല്ലേ, വെള്ളിയാഴ്ചക്ക് പോലും പരിഗണനയില്ല ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ. എത്ര ആളുകൾ വെള്ളിയാഴ്ച പള്ളി വരാതെ വീട്ടിരിക്കുന്നുണ്ടെന്നറിയാമോ? എത്ര ആളുകൾ വെള്ളിയാഴ്ച ആകുമ്പോ കുളിച്ചൊരുങ്ങി നേരത്തെ പള്ളി വന്നിരുന്ന് സൂറത്തുൽ കഹ്ഫ് ഓതി സ്വലാത്ത് ചെല്ലുന്ന ഒരു തലമുറ കഴിഞ്ഞുപോയി. ഇനി കാണാൻ കിട്ടൂല. ഇനി വെളുത്ത താടികളൊക്കെ അന്ന് അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ച ഒരു ഖുത്ബ 2 റക്അത്ത് നിസ്കാരമൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് സലാമത്താക്കി വിടുന്ന സാഹചര്യം അങ്ങനെയുള്ള ജമാഅത്ത് കമ്മിറ്റിക്കാരും അങ്ങനെയുള്ള പബ്ലിസിറ്റിക്കാരും അങ്ങനെ സാഹചര്യം വരാൻ പോവാണ്. നമ്മളൊക്കെ അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ ഒരു ന്യൂ ജനറേഷൻ, ന്യൂ 2K എന്നാ പറയുന്നത്. 2K. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. എന്ത് ദുൽഹിജ്ജ്, എന്ത് അറഫ, ഖലാസ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് ഇതൊക്കെ വലിയ തൗഫീഖാണ്. എടാ, സുബഹി നിസ്കരിക്കാൻ വന്ന് കൈകെട്ടുന്നത് വലിയൊരു തൗഫീഖാണ്. സുബഹി നിസ്കരിക്കാൻ പള്ളി വരിക എന്ന് പറഞ്ഞ ഒരു തൗഫീഖാണ്. ഈ തൗഫീഖ് നമ്മൾ പറയാറില്ലേ, ഹജ്ജിന് പോകുന്ന വലിയ തൗഫീഖാണ്. തൗഫീഖ് ഇല്ലാത്തവർക്ക് പോകാൻ പറ്റൂല. കാശുള്ളതുകൊണ്ട് മാത്രം ഹജ്ജിന് പോകാൻ പറ്റൂല. ആരോഗ്യം ഉള്ളതുകൊണ്ട് നിസ്കരിക്കാൻ പറ്റൂല. സുബഹിക്ക് പള്ളിയിൽ എഴുന്നേറ്റ് വരാൻ കോരിച്ചൊരിയുന്ന മഴയത്തും ഇന്നുണ്ട് നമ്മുടെ പള്ളിയിൽ 3 സഫ്, 3 സഫ് ഉണ്ടാവും. അതെല്ലാ ദിവസവും ഉണ്ടാവും. അത് മഴയാണെങ്കിലും ഇടിയാണെങ്കിലും വെള്ളമാണെങ്കിലും ഇതുണ്ടാവും. അതൊരു തൗഫീഖാണ്. ആ തൗഫീഖ് അല്ലാഹു കൊടുക്കുന്ന ചില ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് 2 വരി ഇൻഷാ അല്ലാഹ് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. അത്തൗഫീഖു മിനല്ലാഹി ഖൽഖു ഖുദ്റത്തി ത്വാഅതി വതസ്ഹീലി സബീലുൽ ഖൈർ. എന്താണ് ഈ തൗഫീഖ് എന്ന് പറഞ്ഞാൽ? അതൊരു വലിയ ഭാഗ്യമാണ്. അല്ലാഹു എല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കൂല ഈ തൗഫീഖ്. തൗഫീഖ് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണ്. ഖൽഖു ഖുദ്റത്തി ത്വാഅതി, അല്ലാഹുവിന് വഴിപ്പെടാൻ അല്ലാഹു കൊടുക്കുന്ന അവസരമാണ്.
വതസ്ഹീലു സബീലിൽ ഖൈരി, അവന് ആ വഴി നല്ല എളുപ്പമായിരിക്കും. സുബഹി നിസ്കരിക്കാൻ വരുന്നവന് അവന് സുബഹി നിസ്കരിക്കാൻ വരൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവൂല. എന്തുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവൂല? അള്ളാഹു തൗഫീഖ് കൊടുത്തതുകൊണ്ട്. അള്ളാഹു തൗഫീഖ് എല്ലാവർക്കും കൊടുക്കും. വഇദാ അജബല്ലാഹു അസ്സ വജല്ല അബ്ദൻ ഇസ്തഅമലഹു ഫിൽ ലൗഖാത്തിൽ ഫാളില. വെള്ളിയാഴ്ച പള്ളിയിൽ നേരത്തെ വന്ന്, നേരത്തെ എന്ന് പറഞ്ഞാൽ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ വന്നിരുന്ന് ഒരു ഫാത്തിഹ ഓതി, ഒരു സൂറത്തുൽ കഹ്ഫ് ഓതി, ഒരു 300 സ്വലാത്ത് ചൊല്ലൽ ഒരു തൗഫീഖാണ്. ആ തൗഫീഖ് കിട്ടാത്തവരോ, മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, തൗഫീഖ് എന്ന് പറഞ്ഞാൽ ഇസ്തഅമലഹു ഫിൽ ലൗഖാത്തിൽ ഫാളില, ശ്രേഷ്ഠമായ സമയങ്ങൾ, ശ്രേഷ്ഠമായ ദിവസങ്ങൾ, ശ്രേഷ്ഠമായ നേരങ്ങൾ അള്ളാഹു അവന് ചില കാര്യങ്ങൾ ചെയ്യാൻ, ബി അഫ്ളലിൽ അഅ്മാൽ, വലിയ നന്മകൾ ചെയ്യാൻ അള്ളാഹു അവന് അവസരം കൊടുക്കും. ഒരു തൗഫീഖാണ്. ലിയുസീബഹു അഫ്ളല സവാബി, എന്തിന്? അവന് കുറേ പ്രതിഫലം കിട്ടാൻ. ഇനി തൗഫീഖ് കിട്ടാത്ത ഒരുവനോ, അങ്ങനെ തൗഫീഖ് കിട്ടി, അവൻ കുറെ നന്മകൾ ചെയ്തു, അവൻ മരിക്കുന്ന സമയത്ത് ആ നന്മകൾ എങ്ങനെ അവന്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് അവൻ അനുകൂല സാക്ഷി കിട്ടും, നല്ല മരണം അവന് കിട്ടും. വൈദാ മഖത അബ്ദാ, ഒരുവൻ അല്ലാഹു തൗഫീഖ് കൊടുത്തില്ലെങ്കിലോ, ഇസ്തഅമലഹു ബിഅസ്വഇൽ അഅ്മാൽ, അവനെ കൊണ്ട് അല്ലാഹു മോശമായ പ്രവർത്തനം ചെയ്യിപ്പിക്കും. അവൻ ബാങ്ക് കേട്ടാലും പള്ളി വരൂല്ല, അവൻ അല്ലാഹ്, അള്ളാന്റെ പള്ളിയില്ല, ദീനില്ല, ഒന്നുമില്ല. ബാങ്ക് കേട്ടാൽ അവന് സിനിമാ പാട്ട് കേൾക്കും പോലെയാണ്. ന്യൂ ജനറേഷനിലെ പിള്ളേര് ഹെഡ്സെറ്റ് വെച്ച് ചെവിക്കകത്ത് തിരികെ കയറ്റി ബാങ്ക് കേൾക്കുന്നത് പോലും അവർക്ക് അലർജിയായി മാറിയിരിക്കുന്നു. തൗഫീഖില്ലായ്മയാണ്. എന്നിട്ടോ മഹാന്മാരായ പണ്ഡിതർ പറയുന്നു, അവനെ കൊണ്ട് അല്ലാഹു മോശമായ കർമ്മങ്ങളും ഈ ശ്രേഷ്ഠമായ ദിനങ്ങളിലും അവൻ മോശമായ കർമ്മങ്ങൾ ചെയ്യുമത്രേ. എന്തിനു വേണ്ടി എന്നറിയോ? ലിയുളായിഫ ലഹു സയ്യിആത്ത്, അവന്റെ തിന്മകൾ ഇങ്ങനെ അധികരിക്കാൻ വേണ്ടി. അങ്ങനെ അവൻ തെറ്റുകൾ ചെയ്ത് 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 വലിയ നന്മകളെല്ലാം അവൻ തള്ളിക്കളഞ്ഞിട്ട് അവൻ തിന്മകളിൽ പോയി വീഴുമെന്ന് പരിശുദ്ധന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുമ്പോ ഒന്ന് ചിന്തിക്കണേ മനുഷ്യരെ. ദുൽഹിജ്ജ് 2ആയി. ഈ ദുൽഹിജ്ജ് ആയോ എന്നൊരു ബോധമെങ്കിലും എനിക്ക് നിങ്ങൾക്കുമുണ്ടോ? ദുൽഖഅദ് പോലെയല്ലേ എനിക്ക് നിങ്ങൾക്കും ദുൽഹിജ്ജ്? ശവ്വാൽ പോലെയല്ലേ? നമുക്ക് ദുൽഹിജ്ജിൽ പ്രത്യേകമായിട്ട് എനിക്കൊരു കുറച്ച് അമലുകൾ കൂടുതൽ ചെയ്യണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല എങ്കിൽ സ്വന്തം ചിന്തിക്കണം. എനിക്ക് എന്റെ അല്ലാഹു തൗഫീഖ് തന്നിട്ടില്ല, ഞാൻ അപകടത്തിലാണ്. നമ്മൾ റെഡ് അലേർട്ട് നോക്കുന്നത് മഴ കൂടുമ്പോ ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന റെഡ് അലേർട്ടാണ്. ഞാൻ നിങ്ങളും ഏത് അലേർട്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഗ്രീൻ അലേർട്ട് ആണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, സ്വർഗത്താണ്. യെല്ലോ അലേർട്ട് ആണെങ്കിൽ നമ്മൾ ആകെ പ്രശ്നത്തിലാണ്, രക്ഷപ്പെടാനുണ്ട്. ഗ്രീൻ അലേർട്ടിലോട്ട് കയറാനുണ്ട്. റെഡ് അലേർട്ട് ആണെങ്കിൽ പോയി. റെഡ് അലേർട്ടുള്ളവർ സുബഹി നിസ്കരിക്കൂല, അവർക്കാണ് റെഡ് അലേർട്ട്. സുഹർ നിസ്കരിക്കാൻ പള്ളി വരാത്തവനാണ് റെഡ്. അല്ല, മഴ കൂടിപ്പോയ റെഡ് അലേർട്ട് ഒന്നുമില്ല. മഴ കൂടിയതിനെ പറ്റി മഴ അങ്ങോട്ട് പെയ്താ പേടിയാ. മഴ അങ്ങോട്ട് പെയ്ത് കഴിഞ്ഞാൽ അല്ലോ വെള്ളപ്പൊക്കം ഉണ്ടാവും എന്നുള്ള ചിന്തയാണ് പേടി. പണ്ടൊക്കെ മഴ പെയ്താൽ ഒരു കുഴപ്പമില്ല. അതെന്തുകൊണ്ടെന്ന് ഇപ്പോ അതിനെക്കുറിച്ചുള്ള പഠിതാക്കൾ, അതിനെക്കുറിച്ച് ഗവേഷണം ചെയ്യുന്ന ആളുകൾ പഠിച്ചു. ഇനിയൊരു വെള്ളപ്പൊക്കം, നല്ലൊരു മഴ പെയ്താൽ കേരളം ഒലിച്ചു പോകും. ആ നിലയിൽ കേരളമായിട്ടുണ്ടെന്നാണ്. മലയോരങ്ങളെല്ലാം വൃക്ഷങ്ങൾ വെട്ടിയിട്ട് വേരുകളില്ലാതെ ഒരു മഴ പെയ്ത് വെള്ളം തങ്ങിയാൽ ഇടിഞ്ഞു വീഴുന്ന ഭാഗത്തിന് മലകൾ നിൽക്കാൻ, കുന്നുകൾ സെക്കൻഡിൽ പിടിയും. 8 കോടിയോളം ഏക്കർ കണക്കിന് 8 കോടി ഏക്കർ കൃഷിഭൂമി ഉണ്ടായിരുന്ന നമ്മുടെ കേരളത്തിൽ ഇപ്പൊ പരിശോധിച്ച് നോക്കിയാൽ ഏകദേശ കണക്ക് വരാണ് 1 കോടി ഇല്ല നമ്മുടെ നാട്ടിലുള്ള, കേരളത്തിലുള്ള കൃഷിയിടം. മഴ പെയ്യുമ്പോ ഇരിക്കാൻ സ്ഥലമില്ല. പിന്നെ എന്റെ നിങ്ങളുടെയും വീടിന്റെ ഫ്രണ്ടിലൊക്കെ ടൈലും വിരിച്ച് കല്ലൊക്കെ വിരിച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. വെള്ളം ഇറങ്ങൂല, കിണറിൽ വെള്ളം ഇറങ്ങൂല. ഈ വെള്ളത്തിന് പോകാൻ സ്ഥലമില്ല. അപ്പൊ വെള്ളപ്പൊക്കമായിട്ടും പ്രളയമായിട്ടും ഭൂകമ്പമായിട്ടും മാറും. സ്വാഭാവികമാണ്. കടലിന് സമാധാനമുണ്ടോ?
2030 ഓഷ്യോനോളജി എന്ന പഠനശാസ്ത്രം പറയാണ്. ഓഷ്യോനോളജി അങ്ങനെ ഒരു ശാസ്ത്ര സാങ്കേതിക ഒരു പഠനമുണ്ട്, സമുദ്രത്തെ കുറിച്ചുള്ള പഠനം, ഓഷ്യോനോളജി. 2030 കഴിയുമ്പോ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മത്സ്യങ്ങൾ, ഭൂരിഭാഗം മത്സ്യങ്ങൾ കിട്ടാതെ വരും. മത്സ്യങ്ങൾ തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. 90കളിലുള്ള മത്സ്യങ്ങൾ 2000 ഇല്ല. മത്സ്യങ്ങൾ സുലഭമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാടുകളിൽ, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയുടെ നമ്മുടെ ഈ പ്രദേശത്തൊക്കെ പുഴുത്ത മത്സ്യമാണ് വരുന്നത്, വിഷം വിതറിയ. എന്തുകൊണ്ടെന്നറിയോ? നമ്മൾ നമ്മുടെ കൈകൊണ്ട് നമ്മുടെ നാടിനെ നമ്മൾ നശിപ്പിക്കുകയാണ്. റോഡ് കെട്ടിപ്പോയി ഇടിഞ്ഞു പോയി. ഇനി എന്തെല്ലാം സംഭവിക്കാൻ പോണത് കൊണ്ട് സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് ഈ സാഹചര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്, പ്രകൃതി പ്രതിഭാസങ്ങൾ നോക്കിയിട്ട്, പ്രകൃതി ദുരന്തങ്ങൾ നോക്കിയിട്ട് റെഡ് ലൈറ്റാണോ യെല്ലോ ലൈറ്റാണോ എന്നല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തെ പറ്റിയാണ്. ഇത്തരം സാഹചര്യങ്ങൾ, ദുൽഹജ്ജ് പോലത്തെ ദിവസങ്ങൾ, നമ്മുടെ മരണത്തിന് മുമ്പ് നമ്മളൊന്ന് തയ്യാറായിരിക്കണം. മരിക്കുമെന്നുള്ള ബോധം എനിക്ക് എന്തായാലും മരിക്കരുത്. വെള്ളപ്പൊക്കം വന്നാലും മരിക്കും, ഇടിമിന്നലേറ്റ് ഇപ്പൊ ഈ മഴയത്ത് എത്രയോ പേര് മരണപ്പെട്ടിരിക്കുന്നു. ഇന്നലെയും മരണപ്പെട്ടു, വെള്ളപ്പൊക്കം വന്ന് വീടിഞ്ഞൊക്കെ മരണപ്പെട്ടു പല സ്ഥലങ്ങളില്. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മളെ മക്കളെയും നമ്മളെ കുടുംബങ്ങളെയും നാടിനേക്ക് അള്ളാഹു കാക്കുമാറാവട്ടെ. വാ ചെയ്യുമ്പോഴും നമ്മൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. മഹാന്മാരായ പണ്ഡിതന്മാർ, മഹാനായ സ്വഹാബിയായ ഒരു മനുഷ്യൻ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു, അറാബിയായ മനുഷ്യനാണ്, ഗ്രാമീണനാണ്, സ്വഹാബിയാണ്. അള്ളാഹുവിന്റെ റസൂലും സംഘവും കൂടി ഇങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ വന്നുകൊണ്ട് പിടിക്കുന്നു. ഫഅഖദ ബിഖിതാമി നാഖാ, റസൂലുള്ളാഹിന്റെ ഒട്ടകം ഇങ്ങനെ മുമ്പിലൂടെ കടന്നു പോകുന്നു. പിന്നിലൂടെ ഇങ്ങനെ അണിയണിയായി സ്വഹാബാക്കൾ നടന്നു വരുന്നുണ്ട്. നബി തങ്ങളുടെ ഒട്ടകത്തിന്റെ കയറിലോട്ട് പിടിച്ചിട്ട് ഗ്രാമീണനായ സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്. ഹദീസിൽ അങ്ങനെയാണ് സാധാരണ ഗ്രാമീണന്റെ സ്വഭാവം. ഗ്രാമീണൻ എന്ന് പറഞ്ഞാൽ സ്വഹാബിയാണ്. പക്ഷെ ഗ്രാമത്തിൽ പ്രവേശിക്കുന്ന ഈ ഗ്രാമത്തിൽ പച്ച മനുഷ്യന്മാരെന്ന് പറയൂലേ, അവർക്ക് വലിയ ബഹുമാനോ വലിയ അറിവോ എഴുത്തോ വായനയൊന്നും ഉണ്ടാവാത്ത കുറെ ഗ്രാമീണരായ ആളുകൾ. ചിലപ്പോ അവർ യാ മുഹമ്മദ്, ഏ മുഹമ്മദേ എന്ന് വിളിക്കും. ഈ ഹദീസിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു, യാ റസൂലല്ലാഹ് അഖ്ബിർനി, എനിക്കൊരു കാര്യം പറഞ്ഞു തരുമോ നബിയേ, ബിമാ യുഖർരിബുനി മിനൽ ജന്ന വമാ യുബായിദുനി മിനൻ നാർ. എന്നെ സ്വർഗത്തിലോട്ട് അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് എന്നെ വിദൂരനാക്കുന്ന ഒരു അമൽ എനിക്ക് പറഞ്ഞു തരുമോ യാ റസൂലല്ലാഹ്. ഭയങ്കര ചോദ്യമല്ലേ. നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു നബി തങ്ങൾ ഇങ്ങനെ യാത്രയിലാണ്, മരുഭൂമിയിലൂടെ ഇങ്ങനെ ഒട്ടകപ്പുറത്ത് സ്വഹാബാക്കളും ഇങ്ങനെ മരുഭൂമിയിലൂടെ മദീനയുടെ മണൽപ്പരപ്പിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. പെട്ടെന്ന് ഒരു മനുഷ്യൻ കയറി വന്നു, റസൂലുള്ളാഹിന്റെ ഒട്ടകത്തിന്റെ കടിഞ്ഞാൽ കയറി പിടിച്ചു. യാ റസൂലല്ലാഹ്, സ്വർഗത്തിൽ എനിക്ക് പോകണം, നരകത്തിന്റെ രക്ഷകൻ ഒരു വഴി ഒന്ന് പറഞ്ഞു തരുമോ നബിയേ. ഫഖഫൻ നബിയു, നബി തങ്ങൾ പെട്ടെന്ന് അങ്ങ് നിന്നു. സുമ്മ നദറ ഫീ അസ്ഹാബിഹി, തന്റെ സ്വഹാബാക്കളിലേക്ക് നബി തങ്ങൾ തിരിഞ്ഞു നോക്കി. എന്നിട്ട് പറഞ്ഞു, ലഖദ് വുഫിഖാ ഔ ലഖദ് ഹുദിയാ. ലഖദ് വുഫിഖ, ഈ മനുഷ്യൻ എന്തൊരു മനുഷ്യനാണ്. എന്റെ ഒട്ടകത്തെ പിടിച്ചിരുത്ത നീ ആരാടാന്നല്ല ചോദിച്ചത്, നീ ആരാണ് എന്റെ ഒട്ടകത്തെ പിടിച്ചിർത്തി ചോദ്യം ചെയ്യുന്നല്ല. ലഖദ് വുഫിഖ, ഒരു വലിയ തൗഫീഖ് കിട്ടിയ മനുഷ്യനാണ് ഈ മനുഷ്യന്, ഒരു ഹിദായത്ത് കിട്ടിയ മനുഷ്യനാണ്. സ്വഹാബത്ത് ചോദിച്ചു, കൈഫ ഖുൽത, എങ്ങനെയാണ് നബിയെ നിങ്ങളത് പറയുകയാ? എങ്ങനെയാണ് ഈ മനുഷ്യൻ തൗഫീഖ് കിട്ടുന്ന മനുഷ്യനാവുക? യാത്രയുടെ ഇടയിൽ എന്നെ കാണാൻ കിട്ടിയത് അവനൊരു കിട്ടുന്ന ഒരു തൗഫീഖാണ്. അവന്റെ ചോദ്യമോ, അവൻ എങ്ങനെയെങ്കിലും എന്ത് കണ്ടാലും വേണ്ടിയില്ല, എന്ത് ചെയ്താലും വേണ്ടിയില്ല, റബ്ബിന്റെ മുമ്പിൽ അവന് രക്ഷപ്പെടണം, ആ ചിന്ത മാത്രമേ അവനുള്ളൂ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ആ സ്വഹാബി അടുത്ത് വിളിച്ചിട്ടൊരു മറുപടി കൊടുക്കുന്നുണ്ട്. തഅബുദുല്ലാഹ്, നീ അല്ലാഹനെ ആരാധിക്ക്.
ലാ തുശ്രിക് ബിഹി ശൈആ, ആ റബ്ബിനോട് ഒരു വസ്തുവിനെയും പങ്കു ചേർക്കരുത്. വതുഖീമുസ്സലാ, 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കൂ. വതുഉത്തിസ് സകാ, സകാത്ത് കൃത്യമായി കൊടുക്കൂ. വതസിലുർ റഹിമാ, നീ കുടുംബ ബന്ധം ചേർക്ക്. ഗ്രാമീണനായ മനുഷ്യൻ അതങ്ങട്ട് കേട്ടപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞു തന്ന ഒരു കാര്യം ഞാൻ അധികരിപ്പിക്കൂല്ല നബിയേ, ഒന്നും ഞാൻ കുറയ്ക്കുകയുമില്ല യാ റസൂലല്ലാഹ്, അതുപോലെ ചെയ്തു കൊള്ളാം. ഞാൻ രക്ഷപ്പെടാനാണ് എനിക്ക് കിട്ടിയ ഓഫർ എങ്കിൽ അതുപോലെ ഞാൻ ചെയ്തു കൊള്ളാം. ഇവിടെയാണ് മനുഷ്യരെ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്. അല്ലാഹുവും അവന്റെ റസൂലും എന്താണോ പറഞ്ഞത് അതുപോലെ. അപ്പോഴും ഒട്ടകത്തിന്റെ പിടി വിട്ടിട്ടില്ല. അപ്പോഴും സ്വഹാബി ഒട്ടകത്തിന്റെ പിടി ഇങ്ങനെ വിട്ടിട്ടില്ല. അപ്പൊ റസൂൽ എന്റെ ഒട്ടകത്തെ ഒന്ന് വിടുമോ, എനിക്കൊന്ന് പോവാനാണ്. എന്റെ ഒട്ടകത്തിന് പിടി വിട്, ഞാൻ വെക്കോട്ടെ. ഇതങ്ങട്ട് പറഞ്ഞപ്പോ തന്നെ ചാടി പിടി അങ്ങ് വിട്ടു. ഫലമ്മാ വല്ലാ, ആ മനുഷ്യൻ പിന്തിരിഞ്ഞിങ്ങനെ പോയപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, മൻ സറഹു അയ്യൻളുറ ഇലാ റജുലി മിൻ അഹ്ലിൽ ജന്നാ, ഒരു സ്വർഗത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ കാണാൻ സ്വഹാബത്തെ, പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയുടെ നടുവിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നുണ്ട്, സ്വർഗത്തിൽ പോകുന്ന ഒരു മനുഷ്യൻ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്റെ ഒട്ടകത്തിന്റെ കടിഞ്ഞാൾ പിടിച്ച വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത, എഴുത്തും വായനയും അറിയാത്ത ആ ഗ്രാമീണനായ സ്വഹാബിയിലേക്ക് നോക്കൂ. അത് സ്വർഗ അവകാശിയാണെന്ന് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ എനിക്കും നിങ്ങൾക്കും തന്ന അവസരം, ഒരു ജീവിതത്തിന്റെ ഒരു ആയുസ്. ആ ആയുസിൽ എന്നോടും നിങ്ങളോടും ചെയ്യാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്യാൻ ഞാനും നിങ്ങളും തയ്യാറാവണ്ടേ മനുഷ്യരെ? നിസ്കാരം കൃത്യമാണോ? തോന്നുമ്പോഴേ അല്ല. സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? പൈസ ഉണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ട്. നീ നിന്റെ ഹക്കുകൾ, നിന്റെ ജീവിതത്തിൽ നിന്റേതല്ലാത്ത കാശ് നിന്റെ കയ്യിൽ വന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നീ തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? കണ്ടവന്റെ കയ്യിലെ കാശ് കടമായിട്ട് കയ്യിലുണ്ടോ? അങ്ങനെ മരണപ്പെടേണ്ടി, അങ്ങനെ ധാരാളം ചോദ്യങ്ങളുണ്ട് എനിക്ക് നിങ്ങൾക്കും നമ്മുടെ മുന്നിൽ. പാപങ്ങൾ ഏറെയാണ്. 40 വയസ്സായി, 40 വയസ്സാവെങ്കിലും 40 വയസ്സാകുമ്പോൾ ഒരു മനുഷ്യൻ നന്നാവണമെന്നാണ്, അവന് ബോധം ഉണ്ടാവണമെന്നാണ്. 40 വയസ്സായിട്ട് നീ നന്നായില്ലെങ്കിൽ പിന്നെ നീ എന്ന് നന്നാവുമെന്നാണ് ചോദ്യം. 40 വയസ്സായിട്ട് നിനക്കൊരു തിരിച്ചറിവായില്ലേ? നമുക്ക് ഈ കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ പാഴിക്കളയുകയാണോ സഹോദരങ്ങളെ? അതുകൊണ്ട് ഈ ദുൽഹിജ്ജ 10 ഈ അവസരത്തിൽ എനിക്ക് നിങ്ങൾക്കും ഒരുപാട് ചെയ്യാനുണ്ട്, ഒരുപാട് നന്മകൾ. അറഫയുടെ മൈതാനത്ത് പാവപ്പെട്ട ഹാജിമാര് കൈപൊക്കിയിട്ട് പൊട്ടിക്കരയുമ്പോ നാട്ടിലുള്ള എനിക്കും നിങ്ങൾക്കും അവിടെ പോകാൻ കാശില്ലാത്തോണ്ടല്ലേ, അവിടെ എത്തിപ്പെടാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടല്ലേ, അവസരം കിട്ടാത്തത് കൊണ്ടല്ലേ, കിട്ടി പോവാറുണ്ടല്ലോ. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ചെയ്യാനുള്ള ധാരാളം കർമ്മങ്ങൾ എന്താണ്? ഈ ദിവസങ്ങളിൽ എന്തൊക്കെ ചെയ്യണം? മുത്തു മുഹമ്മദ് മുസ്തഫ. എന്ന് പറ, സ്വലാത്തിന്റെ ശബ്ദം പോരല്ലോ. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅക്സിറൂ ഫീഹിന്ന മിനത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്. ഈ ദിക്റും സ്വലാത്തും ചൊല്ലാനാണ് ഈ 10കളിൽ നീ ചെയ്യേണ്ടത്. തക്ബീർ, തഹ്മീദ്, തഹ്ലീൽ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇത് നിർവഹിക്കുക. ധാരാളം പറഞ്ഞുകൊണ്ടിരിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം വഅതൂബു ഇലൈഹി. ധാരാളം ചൊല്ലുക. കഴിയുന്നവർ 1 മുതൽ 10 വരെ നോമ്പ് നോൽക്കുക. 1 മുതൽ 9 വരെ, 10 പെരുന്നാൾ, 1 മുതൽ 9 വരെ നോമ്പ് നോൽക്കണം. അല്ലെങ്കിൽ തിങ്കളും വ്യാഴമെങ്കിലും തൗഫീഖാണ്. റമദാന് മാത്രമേ നമ്മൾ നോമ്പ് പിടിക്കുള്ളൂ എന്ന് പിടിവാശിയിലാണ്. എന്നാൽ ഡയറ്റ് ഡോക്ടർ പറയാം അത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഡയറ്റ് നോക്കിയിട്ട് ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളിലും ഏറെ പേരും. അതുകൊണ്ട് മനുഷ്യരെ, സഹോദരങ്ങളെ, വളരെ ഗൗരവമാണ്. ഈ സമയത്ത് ദുആകൾക്ക് ഇജാബത്തുണ്ട്. അടുത്ത വ്യാഴാഴ്ച ദുൽഹജ്ജ് 9 മക്കയിലുള്ളവർക്ക്.
നമുക്ക് ദുൽഹിജ്ജ് 8 മഹാന്മാർ പഠിപ്പിക്കുന്നു. ദുൽഹിജ്ജ് 8-നും 9-നും നിങ്ങൾക്ക് ശക്തിമത്തായ സുന്നത്താണ്. 8ഉം 9ഉം. അപ്പൊ 8-ന് നമ്മളിവിടെ നോമ്പ് പിടിച്ചാൽ നമുക്കൊരു ഗുണം കൂടി കിട്ടും. അവിടെ ഹാജിമാർ അറഫയിലായിരിക്കും. അപ്പൊ നമ്മുടെ നാട്ടിൽ നമുക്ക് ദുൽഹിജ്ജ് 8 ഫിഖ് കർമ്മശാസ്ത്ര പ്രകാരം നമ്മൾക്ക് ദുൽഹിജ്ജ് 9 തന്നെയാണ് അറഫ ദിവസം. നമ്മുടെ മാസപ്പിറവി കണ്ട പ്രകാരം അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ ഗൗരവത്തോടുകൂടി അവരെ അമലുകളോട് നമ്മൾ താദാത്മ്യം പ്രാപിച്ചുകൊണ്ട് ആ ദിവസം കൂടി മുത്തുനിബിതങ്ങൾ നോമ്പ് പിടിച്ചിട്ടുണ്ട്. ദുൽഹിജ്ജ് 8-ന് 1 തൊട്ട് 9 വരെയും റസൂലുള്ള നോമ്പ് നോറ്റിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഖബർ പ്രകാശിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 8ഉം 9 പിടിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.